രണ്ട് റിവായത്തുകളിൽ കാണാം. അങ്ങനെ റമദാനിൽ എത്താനുള്ളതായ ആ ഒരു മാസത്തിലേക്കാണ്, ആ തയ്യാറെടുപ്പൊക്കെ എടുക്കാനുള്ള മാസത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. ഈ 2 ദിവസം കഴിഞ്ഞാൽ റമദാനിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ റജബിലെ നമ്മൾ കഴിയുന്നത്ര നോമ്പുകളൊക്കെ എടുത്ത് ഒരു പരിശീലനം നേടിയിട്ടായിരിക്കണം ആ റമദാനിനെ വരവേൽക്കേണ്ടത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്രത്തോളം ബഹുമാനം ഈ പള്ളിക്ക് നാം കൊടുക്കേണ്ടതുണ്ട്. ദിക്ർ അദ്കാറുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പള്ളികളെ പരിപാലിക്കും. ആരൊക്കെയാണ് ഈ അല്ലാഹുവിന്റെ മസ്ജിദുമായി ബന്ധപ്പെട്ട് അതിനെ പരിപാലിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. ആരാണ് മസ്ജിദുകളെ പരിപാലിക്കുന്ന ആളുകൾ? മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ പരിപൂർണമായി വിശ്വസിച്ച ആളുകളാണ്. വൽയൗമിൽ ആഖിരി, അന്ത്യനാളിൽ വിശ്വസിച്ച ആളുകളാണ്. വഅഖാമസ്സലാത്ത്, നിസ്കാരം നിലനിർത്തുന്ന ആളുകളാണ്. വആതസ്സകാത്ത്, സകാത്തുകളൊക്കെ കൊടുത്തുവിടുന്ന ആളുകളാണ്. അവർക്ക് അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂഖിനെയും അവർക്ക് പേടിയില്ലാത്ത ആളുകളാണ് അല്ലാഹുവിന്റെ പരിപാലനം ഏറ്റെടുക്കുക, മസ്ജിദിന്റെ പരിപാലനം ഏറ്റെടുക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഇതിനെ വെച്ച് നമുക്കറിയാം, അല്ലാഹുവിനെ അല്ലാതെ ഭയമില്ല. പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലാഹുവിനെ അല്ലാതെ മറ്റു മഖ്ലൂഖുകളെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല പള്ളി പരിപാലനത്തിന്റെ വിഷയത്തിൽ. കാരണം മഹാന്മാരായ ആളുകളൊക്കെ എങ്ങനെയാണ്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ കർശന നിലപാടായിരുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്റെ പേരിൽ ചിലപ്പോൾ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആളുകളുടെ അഭിപ്രായം ചിലപ്പോൾ മാനിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എങ്കിലും